മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു. വെടിവെപ്പിൽ 3 പേർ മരിച്ചിട്ടുണ്ട്, 5 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 5 ജില്ലകളിൽ വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ജിൽബി കൂടി ചേരുന്നുണ്ട്. ജിൽബി, എന്താണ് ഉണ്ടായത്? വീണ്ടും സംഘർഷമാണല്ലോ. വെടിവെപ്പിൽ 3 പേരാണ് മരിച്ചിരിക്കുന്നത്, 5 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അശ്വതി, മണിപ്പൂർ അശാന്തമായി തുടരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മണിപ്പൂരിലെ തൗബൽ ജില്ലയിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തൗബലിലെ ലിലോങ് മേഖലയിലാണ് ഇത്തരത്തിൽ പ്രത്യേക വേഷവിധാനത്തിലെത്തിയ തോക്കുധാരികൾ ഈ നാട്ടുകാരെ ലക്ഷ്യമിട്ട് വെടിയുതിർക്കുകയായിരുന്നു. ഈ വെടിവെപ്പിൽ 3 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയായിരുന്നു. പരിക്കേറ്റ 5 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിൽ രോഷാകുലരായ നാട്ടുകാർ അവിടെ കിടന്ന വാഹനങ്ങൾക്ക് തീയിടുകയും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം അവിടെ രൂപപ്പെട്ട് ഇരിക്കുകയുമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തൗബാൽ, ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, കാക്കിംഗ്, ബിഷ്ണുപൂർ ജില്ലകളിൽ വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് സംഘർഷങ്ങൾ കുറഞ്ഞു എന്ന വിലയിരുത്തലിൽ കഴിഞ്ഞ ദിവസം ഈ കർഫ്യൂ ഒക്കെ സർക്കാർ പിൻവലിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഇപ്പോൾ സംഘർഷങ്ങൾ കൂടുകയാണ് അല്ലെങ്കിൽ രൂക്ഷമാവുകയാണ് എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ 5 ജില്ലകളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന 5 ജില്ലകളിൽ ഇപ്പോൾ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ആക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഉടനെ അറസ്റ്റ് ചെയ്യുമെന്നും ഈ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷം മെയ് 3 ആരംഭിച്ച മണിപ്പൂരിലെ ഈ സംഘർഷത്തിന് ഒട്ടും അയവില്ലാതെ മുമ്പോട്ട് പോകുന്നു. അതായത് ഇപ്പോൾ മറ്റൊരു വർഷം, പുതിയ വർഷം തുടങ്ങുമ്പോൾ പോലും മണിപ്പൂരിൽ ഇപ്പോഴും അശാന്തമാണ്. അവിടെ ജീവനുകൾ ഇപ്പോഴും പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തെളിവാക്കുന്ന സംഘർഷങ്ങളുടെ ചിത്രമാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി.